ഹലോ ഹായ്, ഇന്ന് ചിങ്ങ 1-ാം തീയതിയാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഉറക്കം എണീറ്റു. ആദ്യം കുളിച്ച് റെഡിയായി ഒരു സെറ്റ് മുണ്ടൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പൂജാമുറിയിൽ തന്നെ വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ റോസയിൽ തന്നെ വിരിഞ്ഞൊരു നല്ല പട്ട് റോസാപ്പൂ ഉണ്ടായിരുന്നു. അതും പറിച്ചുകൊണ്ട് വന്നു. അതും പൂജാ റൂമിൽ വെച്ചു. എൻ്റെ പൂജാ റൂം തുറന്നാൽ എല്ലാ ദൈവങ്ങളും അവിടെ ഉണ്ടെന്ന് തന്നെ പറയാം. ഇതാണ് എൻ്റെ ഒരു പൂജാ റൂം. ചെറിയൊരു റൂമാണ്, എന്നാലും അടിപൊളിയാക്കി വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ വിളക്കെല്ലാം കത്തിച്ച് ചാമ്പ്രാണിത്തിരി എല്ലാം കത്തിച്ചിട്ട് വേഗം റെഡിയായിട്ടൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം വിചാരിക്കും എന്നും ഇതുപോലെയൊക്കെ എണീറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഒന്നും നടക്കാറില്ല. ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇതുപോലെയൊക്കെ നടക്കാറുള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം തൊഴുത് ഒരു കുറിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവണമായിരുന്നു. ഇതാണ് എൻ്റെ കുഞ്ഞു പൂജാ റൂം. പിന്നെ ഞാൻ വേഗം തന്നെ തലയൊക്കെ ഒന്ന് കെട്ടി റെഡിയാവാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ തന്നെ തയ്ച്ച ബ്ലൗസുകളാണ്. ഒരുപാട് പഴക്കമുള്ളതാണ്, പക്ഷേ നല്ല ടൈറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലത്തെ മാച്ചിങ്ങിനൊരു കമ്മലും എല്ലാം എടുത്തിട്ടിട്ട് അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡിയായി. അപ്പോൾ ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അവിടെ വീഡിയോ ഒന്നും അലൗഡ് ഇല്ല, എന്നാലേ എടുക്കാൻ പറ്റുന്നത്രയൊക്കെ എടുക്കാറുണ്ട്. മോള് വന്നില്ല ഇന്ന് അമ്പലത്തിൽ. പിന്നെ ഞാൻ മാത്രം ഒറ്റയ്ക്കായിരുന്നു ഇന്ന് യാത്ര അമ്പലത്തിലോട്ട്. അടുത്ത് തന്നെയാണ്, അയ്യപ്പ ടെമ്പിളാണിത്. അവിടെ പോയപ്പോൾ തന്നെ ഇന്ന് ചിങ്ങ 1-ആയതുകൊണ്ട് ശബരിമലയ്ക്കൊക്കെ പോകാൻ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇന്നവിടെ ഒരു കല്യാണവും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ചിങ്ങ 1 ഫസ്റ്റ് ഡേ കല്യാണമല്ലേ. പിന്നെ നേരെ പോയി തിരിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ടൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. വെളിയിലിരുന്നാണ് ചായ കുടിക്കുന്നത്. കുറച്ച് പ്രകൃതി രമണീയമൊക്കെ ആസ്വദിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ഇരുന്നത്. പിന്നെ എല്ലാം നോക്കിക്കൊണ്ട് മുകളിലൊരാൾ